ഹായ് ഫ്രണ്ട്സ്, ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. If M is the number of abelian groups up to isomorphism of order 24 and N is the number of abelian groups up to isomorphism of order 25, then എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 24 അപ് ടു ഐസോമോർഫിസം എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ എൻ എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 25 ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നിരിക്കുന്ന നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അതായത് പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് n ഈക്വൽ ടു P1 റേസ് ടു R1 ഇൻറ്റു P2 റേസ് ടു R2 എക്സെട്ര PK റേസ് ടു RK എന്ന ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ദെൻ നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ്സ് എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ അപ് ടു ഐസോമോർഫിസം എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അത് ഫൈൻഡ് ചെയ്യാനായിട്ട് P of R1 ഇൻറ്റു P of R2 എക്സെട്ര P of RK. ഇവിടെ P of R1, P of R2, P of RK എന്ന് പറയുന്നതെല്ലാം എന്താ? പാർട്ടീഷൻസ് ആണ്. അതായത് പവേഴ്സ് ഉണ്ടല്ലോ, നമ്മളിവിടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സിൻ്റെ പവർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ പവേഴ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടീഷൻസ്. ഓക്കെ, ഡിഫറെൻറ്റ് പാർട്ടീഷനാണ് ഈ P of R1, P of R2, P of RK എന്ന് പറയുന്നത്. അവയെല്ലാം കൂടി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതായിരിക്കും നമ്പർ ഓഫ് നോൺ ഐസോമോർഫിക് അബീലിയൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം എം വാല്യൂ ഫൈൻഡ് ചെയ്യാം. എം എന്താ പറയുന്നത്? എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 24 ആണ് അല്ലേ. അപ്പോൾ 24ന് ആദ്യം എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അതായത് 24 നമുക്ക് 8 ഇൻറ്റു 3 എന്ന് എഴുതാം. 8ന് എഗെയിൻ 2 റേസ് ടു 3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, 2 റേസ് ടു 3 ഇൻറ്റു 3 എന്ന് വരും. കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തത് പ്രൈം നമ്പറിൻ്റെ പവറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം ഇതിൻ്റെ പവേഴ്സ് നോക്കി. ഇവിടെ 2ൻ്റെ പവർ 3 ആണ്, ഇവിടെ 3യുടെ പവർ എന്താ? 1 ആണ്. അപ്പോൾ 3യുടെയും 1ൻ്റെയും പാർട്ടീഷൻസ് നമ്മൾ കൗണ്ട് ചെയ്യണം. ഓക്കെ, 3യുടെ പാർട്ടീഷൻസ് എന്ന് പറഞ്ഞാൽ 3നെ നമുക്ക് എത്ര തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം? 3 എന്ന് എഴുതാം, പിന്നെ 2 + 1 എന്ന് എഴുതാം, പിന്നെയോ 1 + 1 + 1 ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 1 ഞാൻ മിസ്സായി. ഓക്കെ, അപ്പോൾ 1 + 1 + 1 എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് 3 തരത്തിൽ ഇതിനെ പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ 3യുടെ 3 പാർട്ടീഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. 1ൻ്റെ ഒറ്റ പാർട്ടീഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 24 എന്ന് പറയുന്നത് എം ഈക്വൽ ടു എന്ത് വരും? ഇവിടെ ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 3 പാർട്ടീഷൻസ് ആണ് 3യുടെ. 1ൻ്റെ 1 പാർട്ടീഷൻ, അപ്പോൾ 3 ഇൻറ്റു 1 3 ആണ് കിട്ടിയിരിക്കുന്നത്. എമ്മിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. അതായത് നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 24 അപ് ടു ഐസോമോർഫിസം എന്ന് പറയുന്നത് എത്രയാണ്? 3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്നിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. എൻ എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 25 ആണല്ലേ. ഓക്കെ, അപ്പോൾ 25നെ നമുക്ക് 5² എന്ന് റെപ്രസെൻറ്റ് ചെയ്തൂടെ? ഇനി അതിൻ്റെ പാർട്ടീഷൻസ് നോക്കി. ഇതിൻ്റെ ഇവിടെ പവർ 2 ആണ്. 2ൻ്റെ പാർട്ടീഷൻസ് ആണ് എടുക്കേണ്ടത്. 2നെ നമുക്ക് 2 എന്നും 1 + 1 എന്നും എഴുതാം. അപ്പോൾ 2 പാർട്ടീഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 25 എന്ന് പറയുന്നത് എത്രയാ? n ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 3ഉം എന്നിൻ്റെ വാല്യൂ 2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എം ഈക്വൽ ടു 3 ആൻഡ് n ഈക്വൽ ടു 2. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്